ഈ വീഡിയോ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണുക. വലിയ രീതിയിൽ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് നല്ല സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ ഭാവി നല്ല രീതിയിലാകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. നിങ്ങളുടെ മക്കളുടെ ഭാവി അത് തകർന്ന് തരിപ്പണമായി മാറും. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി സമൂഹത്തിൽ ഇങ്ങനെ വെറുതെ യാതൊരുവിധ ഉപകാരവുമില്ലാത്ത, ഗുണവുമില്ലാത്ത, നേരെ മറിച്ചോ സമൂഹത്തിന് വലിയ രീതിയിൽ ദോഷം മാത്രം ചെയ്യുന്ന ഇതുപോലെയുള്ളൊരു പരിപാടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ വീഡിയോ ചെയ്ത് അതിനെ വെറുതെ പ്രമോഷൻ കൊടുത്ത് അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യാത്തത്. നിങ്ങൾക്കറിയാം, ഞാൻ അന്നൊരു വീഡിയോ ചെയ്തതിന് ശേഷം ഇത് രണ്ടാമതായി ഇപ്പോഴാണ് ചെയ്യുന്നത്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു പ്രവണത എനിക്കില്ല. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്ന അത്തരമൊരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു പ്രവണത എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. അന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ അതിലെ മത്സരാർത്ഥിയായിരുന്ന കിടിലം ഫിറോസ് അദ്ദേഹം പറഞ്ഞു വെച്ച വലിയ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ചെയ്യാനുള്ള കാരണവും വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. വളരെയധികം ഗൗരവമുള്ളൊരു വിഷയം. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് പോകാം. ഒരു കൊച്ചു കുട്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ട് അതിലെ കണ്ടസ്റ്റൻ്റായിട്ടുള്ള ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ആ കൊച്ചുകുട്ടിയുടെ, തൻ്റെ മകളുടെ ആ ഒരു ചോദ്യം കേട്ട് അമ്മ സ്തംഭിച്ചു പോവുകയാണ്. തൻ്റെ മകൾക്ക് എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ ആ അമ്മ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. തൻ്റെ മകൾ ചോദിച്ച ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അമ്മ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ 8 വയസ്സുള്ള മോൾ ഇന്നലെ പറയുകയാണ്, ഞാൻ വലുതാകുമ്പോൾ ആദിലയുടെയും നൂറയുടെയും പോലെയാണ് കല്യാണം കഴിക്കുക എന്ന്. പകച്ചുപോയി ഞാൻ. അത് കേട്ടപ്പോൾ എന്താണ് അവളോട് ഞാൻ മറുപടി പറയുക എന്ന് പോലും എനിക്കറിയുന്നില്ല. ശരിക്കും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ബിഗ് ബോസ് ഷോ അവളെ കാണിക്കാറില്ല. ഫോണും ഒരു ദിവസം അരമണിക്കൂറിൽ കൂടുതൽ കൊടുക്കാറില്ല. എന്നിട്ടും അവൾ എങ്ങനെയോ ഷോർട്സിൽ എവിടെയോ ഇത് കണ്ടു. ഏഷ്യാനെറ്റ് എന്ന ഒരു പോപ്പുലർ ചാനലിലെ മെജോറിറ്റി ആൾക്കാരും കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിലാണ് ലെസ്ബിയൻ കപ്പിൾസ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മോളുടെ കാര്യമല്ല, അവൾ ചെറുതാണ്. ടീനേജിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കട്ട സൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു ഹോർമോണോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തവർ പോലും ഈ പാത തിരഞ്ഞെടുക്കുമോ എന്ന് ഇപ്പോൾ ശരിക്കും പേടിയാവുന്നു. ഇതാണ് ആ സഹോദരി സമൂഹ മാധ്യമത്തിൽ കുറിച്ച പോസ്റ്റ്. നോക്കൂ, അമ്മയുടെ ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. 8 വയസ്സുള്ള കുട്ടിയാണ് ഒരമ്മയോട് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത്. നോക്കൂ, കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും തിന്മ കുത്തി നിറയ്ക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി. ഇത്തരമൊരു പരിപാടി കാണുന്നതിലൂടെ വരുന്ന തലമുറ എത്രത്തോളം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, സമൂഹത്തെ മുഴുവനും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നൊരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി. അതിന് ചുക്കാനും പിടിക്കുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും അതിലെ അവതാരകനുമായ മോഹൻലാൽ എന്ന് പറയുന്ന നടനുമാണ്. നോക്കൂ, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അയാൾക്ക് കേരളത്തിൽ നല്ല രീതിയിൽ അംഗീകാരമുള്ള, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സിനിമാ നടനാണ്. പക്ഷെ അദ്ദേഹം ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ, ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു അവതരണം ചെയ്യുന്നതിലൂടെ അയാൾ സമൂഹത്തിന് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഒരു മകളും ഒരു മകനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളും ഇതുപോലെ ഏതെങ്കിലും ഒരു ലെസ്ബിയൻ കപ്പിൾസായി മാറിയാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം അതിന് സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. പക്ഷെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നുകൊണ്ട് അത് വളർന്നു വരുന്ന തലമുറയെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അത് തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാവി തന്നെ തുലയാൻ കാരണമാകുന്ന തരത്തിലേക്ക് അത്തരം പരിപാടികൾ അവർ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു,
കിടിലം ഫിറോസ് എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ കണ്ട ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ദിവസങ്ങളോളം അവിടെ നിന്നുകൊണ്ട് മത്സരിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു കിടിലം ഫിറോസ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിനുള്ളിൽ അദ്ദേഹം കണ്ടതാകട്ടെ കുറേ മന്ത്രത്തകടുകളും അതുപോലെയുള്ള മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ കാണുകയാണ്. ബിഗ് ബോസ് ലോകയുടെ ഒറ്റക്കണ്ണും അതോടൊപ്പം ഇലുമിനാറ്റിയും അവിടെ കണ്ട മന്ത്രവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇതര മതസ്ഥരായ സഹോദരങ്ങൾ, അവർ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെ കാണുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. നിനക്കൊന്നും വേറെ പണിയില്ല, എന്തൊക്കെയാണ് ഈ അടിച്ചുവിടുന്നത് എന്നുള്ള കമൻറ്റുകളായിരുന്നു ഞാൻ ആദ്യം കൂടുതലും പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവം ഞാൻ കണ്ട കാഴ്ച നേരെ മറിച്ചായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള വീഡിയോകൾ ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതലും സപ്പോർട്ടും പിന്തുണയും എനിക്ക് ആ വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. ഒരുപാട് ആളുകൾ കമൻറ്റുമായി ഞാൻ ഇങ്ങനൊരു പരിപാടി കണ്ടിട്ടേയില്ല, ഞങ്ങളെല്ലാവരും കണ്ടിരുന്നു, ഇനി മുതൽ കാണില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, അങ്ങനെയുള്ള നിരവധി കമൻറ്റുകൾ. മാത്രമല്ല അതിൽ എനിക്ക് ഏറ്റവും കൂടുതലും സന്തോഷമായത്, രോമാഞ്ചം കൊണ്ടത് അതിനകത്ത് ഇതര മതസ്ഥനായ സഹോദരങ്ങൾ കുറിച്ച കമൻറ്റുകളായിരുന്നു. മോനെ നീ പറഞ്ഞത് കറക്റ്റാണ്, കൃത്യമാണെന്നൊക്കെയുള്ള ആ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ആ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷത്തിലാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല ഇതര മതസ്ഥരായ സഹോദരങ്ങൾ പോലും ആ പരിപാടി കാണുന്നില്ല, അവർക്കിഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കെപ്പോഴാണ് മനസ്സിലായത്. നോക്കൂ, പറയുന്നവർ ആരാകട്ടെ, പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നുള്ള ആ ഒരു കാര്യമായിരുന്നു എനിക്ക് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിച്ചത്. നോക്കൂ, നമ്മളിന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ക്ലിപ്പുകളൊക്കെയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ദയവ് ചെയ്ത് കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് നിങ്ങൾ ഫോണുകൾ കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഫോൺ കൊടുക്കരുത്. ഇതുപോലുള്ള പരിപാടികൾ നിങ്ങൾ കാണരുത്. അത്തരത്തിൽ നിങ്ങൾ ഫോണുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മകൾ ചോദിച്ച ആ ഒരു ചോദ്യം, അതേ ചോദ്യം നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോടും ചോദിക്കും. നോക്ക്, ഇതുപോലെയുള്ള ആളുകളെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ആളുകളും രംഗത്ത് വരാറുണ്ട്. ഞാൻ അന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് താഴെ വന്നുകൊണ്ടൊരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവരെന്തുമായി കൊള്ളട്ടെ, അവരങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ, താങ്കൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതായിരുന്നു ആ ചോദ്യം. നോക്കൂ, ആ ചോദ്യം ചോദിക്കുന്ന ആ സഹോദരി ജന്മം കൊണ്ടത് ഒരാണും പെണ്ണും തമ്മിൽ പരസ്പരം ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് അതിലൂടെയായിരുന്നു ആ സഹോദരി ജനിച്ചത്. നേരെ മറിച്ച് ഒരു പെണ്ണും തമ്മിൽ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ, ഒരാണും തമ്മിൽ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരി ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു? ഒരിക്കലുമില്ല. ഇനി ആ ചോദ്യം ചോദിച്ച സഹോദരിയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് ഇതുപോലെയുള്ളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവർ അതിന് സമ്മതിക്കുമോ, കൂട്ടുനിൽക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം കുടുംബത്തിൽ വന്നു കഴിഞ്ഞാലേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. നോക്കി, ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പിന്തുണയ്ക്കാനും ഒരുപാട് പേരുണ്ടാവും. നാളെ ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിക്കഴിഞ്ഞാലും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഈ പിന്തുണയ്ക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും അന്ന് ആരും ഉണ്ടാവുകയില്ല. അന്നിവർ ചെയ്തു പോയ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. നോക്കൂ, നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ 2 പെൺകുട്ടികളും ഇപ്പോൾ പരസ്പരം ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ആദ്യം സൗഹൃദമായിരുന്നുവെന്നാണ് വീട്ടുകാർ കരുതിയത്. പക്ഷേ നല്ല സൗഹൃദത്തിലായിരുന്ന ഇവർ പിന്നീട് പരസ്പരം ആ സൗഹൃദത്തിനപ്പുറം ഒരു കാമുകന്മാരായി മാറുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് പോവുകയാണ്. വീട്ടുകാർ അത് മനസ്സിലാക്കി 2 പേരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നൊന്ത് പ്രസവിച്ച് വളർത്തിയ ഉമ്മയും ഉപ്പയുമെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് ഈ 2 പെൺകുട്ടികളും പിന്നീട് ഒരുമിച്ച് താമസിക്കുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് സൽബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ.